എൻ്റെ പ്രിയം നിറഞ്ഞ രണ്ട് ഗുരുവര്യന്മാരെ, ഈ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ ഈ വർഷത്തെ പരിപാടികൾ തുടങ്ങുന്നത് വളരെ ശ്രേഷ്ഠമായ പദവികൾ വഹിച്ചുകൊണ്ടുള്ള രണ്ട് അധ്യാപകരെ ആദരിച്ചുകൊണ്ടാണ്. ഇവരെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോവുകയല്ല. ഹുസൈൻ സാർ ഞങ്ങൾക്കൊരു 10-30 വർഷത്തെ പരിചയം. എന്നാണ് തുടങ്ങിയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പൊന്നാനി കോളേജിലും MES മണ്ണാർക്കാടും അങ്ങനെ ഗവൺമെൻറ്റിൽ സേവനം ചെയ്ത് പിന്നീട് ഒരുപാട് വർഷം പ്രിൻസിപ്പലായി പല കോളേജുകളിലും, അതിനിടയ്ക്ക് 2-3 വർഷം നമ്മുടെ കോളേജിലും, അതിനുശേഷം മറ്റ് കോളേജുകളിലും ഒക്കെ വർക്ക് ചെയ്ത് ഇപ്പോഴും വിശ്രമിക്കാത്ത ജീവിതം നയിക്കുന്ന നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഹുസൈൻ സാർ. അദ്ദേഹം നമ്മുടെ അടുത്ത പ്രദേശമായ കുറ്റൂരാണ് താമസിക്കുന്നത്. ബഷീർ സാർ നല്ല ഒരു കലാകാരനാണ്. സുവോളജി അധ്യാപകനായി നമ്മുടെ കൂടെ തുടക്കം മുതലുണ്ടായിരുന്നു. സുവോളജി തുടങ്ങിയത് തന്നെ അദ്ദേഹമാണ്. ഇപ്പോഴും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ സംശയ നിവാരണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആശ്രയിക്കുന്നു എന്നതിനൊക്കെ പുറമെ നിരവധി വർഷങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം തിരൂരങ്ങാടി PSMO കോളേജിൽ പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടികളെ കലാരംഗത്ത് ഉയർത്തിപ്പിടിക്കുന്നതിനും അവരെ പണ്ടൊക്കെ എന്നും സോൺ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം PSMO കോളേജിനായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന കരങ്ങൾ ബഷീർ സാറിൻ്റെ ആയിരുന്നു. ആ നിലയ്ക്ക് നമ്മുടെ കോളേജിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇനിയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കോളേജിലെ പരിപാടികൾ വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ ഈ വർഷം ആരംഭിക്കുകയാണ്. പരിപാടികൾ നടത്തുന്നതിന് കോളേജ് സന്നദ്ധമാണെങ്കിലും അതിന് വിഘാതം നിൽക്കുന്നത് കുറച്ച് കുട്ടികളായിരിക്കും. ഇപ്രാവശ്യം കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, സാറേ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളെ സാറൊന്ന് പണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നിർത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് പ്രഖ്യാപിക്കാൻ നമ്മുടെ മാനേജ്മെൻറ്റ് തയ്യാറായത്. നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് നടത്തണം. ഭൂരിപക്ഷം കുട്ടികളും വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഇത്തരം പരിപാടികൾക്ക് താല്പര്യമുള്ളവരാണ്. അവർ ഇന്നും ഇന്നലെയും കുറേ ദിവസങ്ങളായി അതിനു വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. സൗഹൃദമാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ, അല്ലാതെ ശത്രുതയല്ല. മറ്റൊന്നും നമുക്കില്ല. നമുക്കെല്ലാവർക്കും സീനിയറായാലും ജൂനിയറായാലും അധ്യാപകനായാലും അല്ലാതായാലും എല്ലാവർക്കും ഒറ്റ ജീവനാണുള്ളത്. ആ ജീവൻ ഏത് സമയവും ദൈവം കൊണ്ടുപോയേക്കാം. തനിക്കും ഉള്ള ജീവൻ തന്നെയാണ് തൻ്റെ സുഹൃത്തിനുമുള്ളത്. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെയാണ് കഴിയേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധി നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് സൗഹൃദം നിലനിർത്താനാവുക. ആ സൗഹൃദത്തിന് ഒരിക്കലും നമ്മുടെ ക്യാമ്പസിൽ ഒരു ഭംഗവും ഉണ്ടാവില്ല. ഇവിടെയുള്ള നിയമങ്ങൾ, അതുപോലെ റൂൾസ് റെഗുലേഷൻസ് അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക. മതത്തിൻ്റെതോ രാഷ്ട്രീയത്തിൻ്റെയോ അങ്ങനെയുള്ള വിഭാഗീയതകളും അങ്ങനെയുള്ള തർക്കവിതർക്കങ്ങളും ഒക്കെ താൽക്കാലികമാണ്. ഒന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല. മറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം വേണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ സ്നേഹത്തോടെ ചർച്ച ചെയ്യാനുള്ള വേദികൾ നമ്മൾ ഉണ്ടാക്കണം. അതിനൊക്കെയുള്ള ബുദ്ധി ദൈവം നിങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊക്കെ ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ കൈകളും നമ്മുടെ മനസ്സും വപസ്സും വജസ്സും ഒക്കെ നമ്മുടെ സ്നേഹവും നമ്മുടെ പുഞ്ചിരിയും പകർന്നു കൊടുക്കാനുള്ളതാവണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ചിരി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ, അത് പറയാം, നിങ്ങളങ്ങനെ ഞങ്ങളോട് ചിരിക്കേണ്ട എന്ന്. എന്തിനാണ് ചിരി എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ.
ദൈവം പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരനെ കാണുമ്പോൾ തബസ്സും, നിങ്ങൾ പുഞ്ചിരിക്കുക, ഇബ്തസിം, നിങ്ങൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ പുഞ്ചിരി എന്താണ്? പുഞ്ചിരി ഉണ്ടാകുമ്പോൾ മനസ്സിലെ വിദ്വേഷം അത് നമ്മളറിയാതെ പറന്നു പോകും. പക്ഷേ നമ്മൾ മോന്ത കുറിപ്പിച്ച് ആണ് വരുന്നതെങ്കിലോ എത്ര സ്നേഹമുണ്ടെങ്കിലും അവനൊരു കാട്ടാളനെ പോലെയാണ് ആയിത്തീരുക. എന്നും അവൻ്റെ ചിത്രമാണ്, ഒരു കാട്ടാളൻ്റെ ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുക. അതുകൊണ്ട് എന്താ ജീവിതത്തിൽ ലാഭമുള്ളത്? നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ, എനിക്കറിയാം ബഷീർ സാർ ക്ലാസ്സിലൊക്കെ പലപ്പോഴും ഇങ്ങനെ കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് നിന്നു കഴിഞ്ഞാലും അദ്ദേഹം അപ്പോൾ ഒരു പുഞ്ചിരി വിടർത്തും. പുഞ്ചിരി വിടർത്തുമ്പോൾ കഴിഞ്ഞതൊക്കെ മറക്കാൻ പറ്റും. പക്ഷേ അത് മറക്കരുത്. വീണ്ടുമുള്ള പ്രതികാരവുമായിട്ട് ജീവിതം കഴിക്കണം എന്ന് ചിന്തിക്കുന്നവരെ പഠിപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ആയുധമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അതൊക്കെ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ, ആവശ്യമുള്ള കുട്ടികളെ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും പ്രോഗ്രാമുകൾ വേണം സാർ, അതിനെ ഞങ്ങളെ സഹായിക്കണം. നമ്മൾ സഹായിക്കാഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും താല്പര്യം വേണ്ടേ? ഒന്ന് ഡാൻസ് കളിക്കാൻ അല്ലെങ്കിൽ 4 പാട്ട് പാടാൻ അറിയില്ല, പുറത്തുനിന്ന് ആളുകളെ വിളിക്കണം പാടാനും പറയാനും ഒക്കെ. എന്താ, നിങ്ങൾക്ക് നാവില്ലേ? നമുക്ക് ശ്വാസമില്ലേ? നമുക്ക് നല്ല വാക്കുകളില്ലേ? ഇതൊന്നും എല്ലാം നമുക്ക് എന്തുകൊണ്ട് ട്രൂപ്പുകൾ ഉണ്ടാക്കി, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ധന്യമാക്കിക്കൂടാ? എല്ലാറ്റിനും പുറത്ത് വാടകയ്ക്ക് ആളെ കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾക്ക് യു ഹാവ് എനഫ് ടൈം, എത്രപ്പോഴും സമയം ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ കലാവിരുതുകൾ പ്രകടിപ്പിക്കാൻ ഞങ്ങളോട് എപ്പോൾ പറഞ്ഞാലും ഏതിൻ്റെങ്കിലും ഒരു വേദിയിൽ വെച്ച്, ഒന്നുകിൽ നമുക്ക് വിമൻ ഡെവലപ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഇതുപോലുള്ള ഫ്രഷേഴ്സ് ഡേ ഉണ്ട്, അതുപോലെ മൈലാഞ്ചി മെഹന്തി പ്രോഗ്രാംസ്, ഇതൊക്കെ പലതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കലണ്ടറിൽ. 10-12 പരിപാടികൾ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആഘോഷിച്ചു കൂടെ? ഒന്നും ആഘോഷിക്കാതെ വെറും പുസ്തകപ്പുഴുവായതുകൊണ്ട് മാത്രം ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ വാസനകളെ പുറത്തെടുക്കണം. അതിന് വിഘാതമായിട്ട് ആര് നിന്നാലും അവനെ ശരിയാക്കാനും ഉള്ള ശക്തിയും അതൊക്കെ സംഭരിച്ചുകൊണ്ട് വേണം ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തിക്കാൻ. എനിക്കുറപ്പാണ്, 10-40 വർഷം അധ്യാപകനായി എനിക്ക് പരിചയമുണ്ട്. ഒരു 20 വർഷത്തോളം പ്രിൻസിപ്പളായിട്ടുമുണ്ട്. അന്നു മുതൽ ഞാനിങ്ങനെ ചിരിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ ചിരി ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾ എന്നോടും ചിരിക്കുക, ഞാൻ നിങ്ങളോടും ചിരിക്കുക. ഇവിടുത്തെ അധ്യാപകരൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മുടെ ജീവിതം ധന്യമാവണം, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കലാലയ ജീവിതം അതെന്നും ഓർക്കാൻ നമ്മുടെ പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ വേണം. അങ്ങനെയുള്ള നല്ല കലാലയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഐക്യവും അന്തസ്സും CPA കോളേജിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.